Good afternoon. Good afternoon, ma'am. Okay. Good afternoon. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഓക്കെ ആമിന, പിന്നെ ആരൊക്കെയാണ്? ആവണി, ശരണ്യ, അക്ഷയ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അക്ഷയ, ഓക്കെ, ശരണ്യ, ആരൊക്കെയാണ്? ആവണി, ആമിന. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ഈ ഒരു വർഷം എല്ലാ സമാധാനവും ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ കേട്ടോ. അല്ലെ, നമുക്ക് നല്ലൊരു വർഷം ആകട്ടെ. അപ്പൊ പുതിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു വർഷം തുടങ്ങാം അല്ലെ. ഓക്കെ, ശ്രീലക്ഷ്മി, ഹാപ്പി ന്യൂ ഇയർ. തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് പുതിയ വർഷത്തെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് അല്ലെ. ഓക്കെ, തുടങ്ങാം. ഓക്കെ കാർത്തിക, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ഓക്കെ കാർത്തിക, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ശ്രീലക്ഷ്മി, താങ്ക് യു. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് പർച്ചേസ് ഓർഡറിന്റെ മോഡല് വരെയാണ് അല്ലെ. അതെ, നമ്മൾ പർച്ചേസ് ഓർഡർ എന്താണെന്ന് പഠിച്ചു. ഒരു പർച്ചേസ് ഓർഡറിന്റെ മോഡലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പർച്ചേസ് ഓർഡറിന്റെ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനത്തെ ക്ലാസ്സിൽ അതായിരുന്നു. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത്. പർച്ചേസ് ഓർഡർ, അതിന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു. ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ് ഇങ്ങനെയൊക്കെയാണ് ടേബിൾ ആയിട്ട് അതിവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഓർത്തു വെക്കാട്ടോ, അതായത് ഓരോ കമ്പനിയുടെ പർച്ചേസ് ഓർഡറുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോ രീതിയിലായിരിക്കും. ഇതൊരു ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് 7ാമത്തെ പോയിന്റ് വരെ അവിടെ പറഞ്ഞു നിർത്തിയിരുന്നു കേട്ടോ. അതെ, 7ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ ഡെയിലി വായിച്ചു നോക്കണം കേട്ടോ. ഇനിയിപ്പൊ ക്രിസ്മസിന്റെ ഒക്കെ അവധിയൊക്കെ തിരക്കായിരിക്കും എന്നറിയാം. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു പക്ഷെ വായിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ പോട്ടെ. ഇനി നമ്മള് ഒരു പുതിയൊരു വർഷം നമ്മൾ തുടങ്ങുകയാണല്ലോ. ഓക്കെ, അപ്പൊ പഠിക്കുന്ന കാര്യങ്ങള് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു പോകാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇനി എക്സാമിന്റെ സമയത്ത് എല്ലാം എടുത്ത് വായിക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യം, ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കാം. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് പോകാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എക്സാമിന്റെ ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ പോർഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. 6th മൊഡ്യൂളിലേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് 7th മൊഡ്യൂളൊക്കെ എടുക്കാനുണ്ടല്ലോ. ഓക്കെ, സമയം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 7ാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് ടു ബി അറ്റാച്ച്ഡ് along with the ഡെലിവറി അല്ലെ. സാധനങ്ങള് ഡെലിവറി ചെയ്യുന്ന സമയത്ത്, വിതരണം ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം എന്തും കൂടെ അറ്റാച്ച് ചെയ്യണം? ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സുകൾ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇതിപ്പോ എല്ലാ പർച്ചേസ് ഓർഡറിലും അങ്ങനെ ആയിരിക്കണമെന്നില്ലാണ്ട് ഇതൊരു മോഡൽ മാത്രമാണ് തന്നിരിക്കുന്നത്. ഓരോ കമ്പനിക്കും അവരുടെ ടേംസ്, ഓരോ കമ്പനികൾക്ക് അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അത്
വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി പറയുന്നത് മാത്രം കേട്ടോ. ഈ ഒരു കമ്പനി അവരുടെ പർച്ചേസ് ഓർഡറിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ എന്ത് പറയുന്നുണ്ട്? ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് പറയുന്നുണ്ട് അല്ലെ. ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് ടു ബി അറ്റാച്ച്ഡ് along with the delivery എന്ന് പറഞ്ഞാല് സെല്ലർ മസ്റ്റ് പ്രൊവൈഡ് എ പ്രൂഫ് ഓഫ് ക്വാളിറ്റി അല്ലെ along with the എന്താണ് ഡെലിവേർഡ് ഗുഡ്സ്. അതായത് സാധനങ്ങള് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന സാധനങ്ങളുടെ ആ ക്വാളിറ്റി അല്ലെ, അതിന്റെ ക്വാളിറ്റിക്കുള്ളൊരു പ്രൂഫും കൂടെ ആര് പ്രൊവൈഡ് ചെയ്യണം? സെല്ലർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ കൊണ്ടുവരുന്ന ഗുഡ്സ് ആൻഡ് പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു പ്രൂഫായിട്ട് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സുകളും കൂടെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം എന്നാണ് ഈ ഒരു കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ കമ്പനിയിലൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. പിന്നെ 8ാമത്തെ പോയിന്റ് നോക്കിയേ, പാക്കിംഗ് ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് ഇൻ ഡീറ്റെയിൽ. പാക്കിംഗ് ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് ഇൻ ഡീറ്റെയിൽ ട്ടോ. അതുപോലെ തന്നെ പാക്കിംഗ് ലിസ്റ്റും എന്ത് ചെയ്യണം? നമ്മള് സാധനങ്ങള് ഡെലിവർ ചെയ്യുന്ന സമയത്ത് പാക്കിംഗ് ലിസ്റ്റുകളും അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം. പാക്കിംഗ് ലിസ്റ്റ് എന്താണ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യുമല്ലോ, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? ഈ പറയുന്ന പാക്കിംഗ് ലിസ്റ്റ് കേട്ടോ. ഈ പാക്കിംഗ് ലിസ്റ്റിനകത്ത് ആ പാക്കേജസിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ ഗുഡ്സ് ആൻഡ് പ്രോഡക്ട്സുകൾ ഉണ്ട് എന്നതിന്റെ വിശദാംശങ്ങൾ ആ ഒരു പാക്കിംഗ് ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ പ്രീതി, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. 9ാമത്തെ പോയിന്റ് നോക്കുക, ഡെലിവറി വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻഡന്റേഷൻ. നമ്മള് സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഇന്റന്റ് കൊടുത്തിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് 7 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? സാധനങ്ങള് വിതരണം ചെയ്തിരിക്കണം എന്നാണ് ഈ കമ്പനിയുടെ അവരുടെ കണ്ടീഷൻ. അതാണ്, അതായത് അവര് റിക്വസ്റ്റ് കൊടുത്ത് വിത്തിൻ 7 daysനുള്ളിൽ എന്ത് ചെയ്യണം? സാധനങ്ങള് അവിടെ ഡെലിവർ ചെയ്തിരിക്കണം, എത്തിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. 10ാമത്തെ പോയിന്റ് ഇതാണ്, ഗുഡ്സ് ഷുഡ് ബി ഇൻഷുർഡ് ആൻഡ് ഡെലിവേർഡ് അറ്റ് ആൻ എക്സ്ട്രാ കോസ്റ്റ്. അതാണ് ഗുഡ്സ് ഷുഡ് ബി ഇൻഷുർഡ് ആൻഡ് ഡെലിവേർഡ് അറ്റ് ആൻ എക്സ്ട്രാ കോസ്റ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾക്കും അതുപോലെ തന്നെ സേവനങ്ങൾക്കും മറ്റു പ്രോഡക്റ്റുകൾക്കും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാക്കണം എന്നാണ് ഇവര് പറയുന്ന കണ്ടീഷൻ. മനസ്സിലായല്ലോ? അതായത് ഇവര് വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പ്രോഡക്റ്റുകൾക്കും ഇൻഷുറൻസ് കവറേജ് ആര് പ്രൊവൈഡ് ചെയ്യണം? സെല്ലർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് കവറേജ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ കോസ്റ്റ് വരും അല്ലെ. നമ്മൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പ്രൈസ് കൊടുക്കുന്നതിന് പുറമെ ഇൻഷുറൻസ് കവറേജ് കൂടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ കോസ്റ്റ് വരും അല്ലെ. ആ കോസ്റ്റ് ആര് ബെയർ ചെയ്യേണ്ടതായിട്ട് വരും? ബയർ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവര് തയ്യാറായിരിക്കും, എക്സ്ട്രാ കോസ്റ്റ് വഹിക്കാനായിട്ട് ബയർ തയ്യാറായിരിക്കും. അപ്പൊ എന്ത് വേണം? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാക്കണം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഇതാണ്, ഫോഴ്സ് മേജർ ക്ലോസ് വിൽ ബി അപ്ലിക്കബിൾ. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫോഴ്സ് മേജർ ക്ലോസ് വിൽ ബി അപ്ലിക്കബിൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഫോഴ്സ് മേജർ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഇതൊരു വ്യവസ്ഥയാണ്. അതായത് നമ്മള് ഈ ഒരു പർച്ചേസ് ഓർഡർ എന്ന് തന്നെ പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണല്ലോ. ബയറും അതുപോലെ സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണല്ലോ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കൃത്യം ഒരു എഗ്രിമെന്റ് ആണത്, ഒരു കരാറാണ് അല്ലെ. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ഇത്ര പ്രൈസിൽ ഇന്ന ഡേറ്റിൽ എത്തിച്ചു കൊള്ളാം എന്നുള്ള അവർ തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇനി എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായെന്ന് വിചാരിക്കാം. എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു വാർ ഉണ്ടാവാം, യുദ്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇപ്പൊ ഒരു പാൻഡമിക്സ് അല്ലെങ്കിൽ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ. ഇപ്പൊ നമുക്കറിയാം നമ്മള് കോവിഡ് ഒക്കെ വന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലെ, 2019, 2020 ആ സമയത്ത് കോവിഡ് വന്നിട്ട് ശരിക്കും ഗ്ലോബലി തന്നെ മൊത്തം സ്റ്റക്കായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. എല്ലാം സ്റ്റക്കായി പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാറ് അല്ലെങ്കിൽ പാൻഡമിക്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇനി അതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ട് വല്ല റെസ്ട്രിക്ഷൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസുകളൊക്കെ വരിക അല്ലെ. ഇപ്പൊ നമ്മള്
കഴിഞ്ഞ വർഷമല്ലേ തുടക്കത്തിലൊക്കെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിന്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ വർഷം തുടക്കമായിരുന്നു ഏകദേശം അല്ലെ, തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ? ഈ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോ കണ്ടില്ല, ഒരു ദിവസം കൊണ്ട് എല്ലാം സ്ട്രക്കായി പോയ ഒരു സാഹചര്യം ഉണ്ട് കുറെ കാലങ്ങൾ, അല്ലെ? എന്നതുപോലെ ഇങ്ങനെയുള്ള ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആക്ഷൻസോ വാറോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാൻഡമിക്സ് ഒക്കെ പോലെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് എന്താണ് നടത്താൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? അതിൽ ചിലപ്പോ നമ്മൾ പറഞ്ഞ ടൈമിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്ന് വരില്ല. അപ്പൊ അതില് ആ ഒരു പർച്ചേസ് ഓർഡറില് ഈ ബയ്യർക്കും സെല്ലർക്കും ഉള്ള അവരുടെ കടമകളുണ്ടല്ലോ, അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒബ്ലിഗേഷനിൽ നിന്ന് അവർക്ക് ഒഴിവാകാനുള്ള ആ ഒരു വ്യവസ്ഥയാണ് ഫോഴ്സ് മേജർ ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? അതായത് സാധാരണ സാഹചര്യങ്ങളിൽ ആ എഗ്രിമെന്റ് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ബയ്യറും സെല്ലറും റെസ്പോൺസിബിൾ ആണ്. പക്ഷെ ഇങ്ങനെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആരുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, അല്ലെ? ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ബയ്യറുടെയും സെല്ലറുടെയും ഒബ്ലിഗേഷൻസുകൾ ഒരുപക്ഷെ അവർക്ക് നിർവഹിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാര്യം ഇങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോ അവർക്ക് എന്താണ് അങ്ങനെയുള്ള അവരുടെ കടമകളിൽ നിന്നും ആ ഒരു ലയബിലിറ്റിയിൽ നിന്നും അവർക്ക് ഒഴിവാക്കാം. അതിന് അവർക്ക് ബാധ്യത ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയാണ് ഫോഴ്സ് മേജർ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് മേജർ ക്ലോസ് അവിടെ ബാധകമായിരിക്കും. അതും പറയണല്ലോ, കാരണം എഗ്രിമെന്റ് ആണ്. അപ്പൊ അതില് അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ബയ്യർക്കോ സെല്ലർക്കോ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. അവർക്ക് അവരുടെ ഒബ്ലിഗേഷൻസിൽ നിന്നും ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയാണ് ഫോഴ്സ് മേജർ ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഫോഴ്സ് മേജർ ക്ലോസ് എന്താണ്? ഓക്കെ. നെക്സ്റ്റ് അടുത്തത് വരുന്നത് റിസ്ക് പർച്ചേസ് ക്ലോസ് ആണ് കേട്ടോ. റിസ്ക് പർച്ചേസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയാണ് കേട്ടോ. എന്തായിരിക്കും റിസ്ക് എന്നോട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് അറിയും. അപ്പൊ നമുക്കത് വായിക്കാം, എന്നിട്ട് പറയാം കേട്ടോ. ഫെയിലിയർ ടു സപ്ലൈ ദ ഗുഡ്സ് ആസ് പെർ അവർ റിക്വയർമെന്റ് ഓൺ ദ സ്പെസിഫൈഡ് ഡേറ്റ് വിൽ അട്രാക്ട് risk purchase from the local market at the available rate. The difference in rate of our purchase order will be debited to your account. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മള് ഈ സെല്ലർ ഉണ്ടല്ലോ, അവര് നമ്മൾ ഓൺ ടൈമില് കൃത്യസമയത്ത് നമ്മൾ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഡെലിവറി ഡേറ്റ്, ആ ഒരു ഓൺ ടൈമില് സെല്ലർക്ക് ഗുഡ്സുകൾ എത്തിക്കുന്നതിൽ അവർ ഫെയിലിയർ ആവുകയാണെന്ന് വിചാരിക്കും. ഒന്നുകിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനായിട്ട് വൈകി പോവുകയാണെന്ന് വിചാരിക്കാം. ഓൺ ടൈമിൽ അവർക്ക് ഡെലിവറി ചെയ്യുന്നതിൽ സെല്ലർ ഫെയിലിയർ ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ബയ്യർക്ക് ഒരു ന്യായമായിട്ടുള്ള വിലയിൽ ഈ പറയുന്ന സാധനങ്ങൾ മറ്റെവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് പർച്ചേസ് ചെയ്യാം. കാര്യം അവർക്ക് സമയത്തിന് സാധനങ്ങൾ കിട്ടിയില്ല, അപ്പൊ അവരുടെ കാര്യങ്ങൾ പെൻഡിങ് ആയി പോകും. അങ്ങനെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ബയ്യർക്ക് എന്ത് ചെയ്യാം? മറ്റെവിടെ നിന്ന് വേണമെങ്കിലും ഈ പറയുന്ന ഒരു ന്യായമായിട്ടുള്ള ഒരു വിലയിൽ സാധനങ്ങൾ അവർക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ബയ്യർക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും, അല്ലെ? എക്സ്ട്രാ ചെലവ് വരും. ആ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുന്നത് അത് സെല്ലറിന്റെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് സെല്ലറിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ സെല്ലറിന്റെ കഴിഞ്ഞ സമയത്ത് സാധനങ്ങൾ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നതിന് ഫെയിലിയർ ആവുകയോ വൈകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബയ്യർക്ക് ഈ സാധനങ്ങൾ മറ്റെവിടെ നിന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ആ ഒരു എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആര് വഹിക്കാൻ ബാധ്യസ്ഥനായിരിക്കും? സെല്ലർ വഹിക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അത് സെല്ലറിന്റെ അക്കൗണ്ടിൽ നിന്നും എന്ത് ചെയ്യപ്പെടുന്നതാണ്? ഡിഡക്ട് ചെയ്യപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ ഉദ്ദേശം. അതാണ് റിസ്ക് പർച്ചേസ് ക്ലോസ് എന്ന് പറയുന്നത്. ആ റിസ്കിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? സെല്ലറിനായിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫെയിലിയർ ടു സപ്ലൈ the goods as per our requirement on the specified date will attract risk purchase from the local market at the available rate. The difference in the rate of our purchase order, അതായത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ഓർഡർ കൊടുത്ത സമയത്ത് നമ്മൾ ആ ഒരു ഓർഡറിന്റെ പേയ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അതിന് പകരം നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വരുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വരും. ആ എക്സ്ട്രാ വരുന്ന കോസ്റ്റ് അത് സെല്ലറിന്റെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യപ്പെടുന്നതാണ് എന്നാണത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. 13ാമത്തെ കണ്ടീഷൻ എന്താണ്? All disputes are subjected to the jurisdiction of our hospital at Ernakulam. ഓക്കെ, ഒരു മോഡൽ ആണല്ലോ. അതായത് ഇപ്പൊ എറണാകുളം ജില്ലയിൽ പെടുന്ന ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പോ ഈ ഒരു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസ്പ്യൂട്ട്സുകളും എറണാകുളം ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ആ ഒരു കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഒരു പർച്ചേസ് ഓർഡർ എന്നത് നമ്മൾ ഐറ്റംസിന്റെ ഷെഡ്യൂൾ മാത്രമല്ല കൊടുക്കുന്നത്, ആ കമ്പനിയുടേതായ ആ ബയ്യറിന്റേതായിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടെ നമ്മൾ പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെന്താണ്? കൈൻഡ്ലി ഫൈൻഡ് ദ എബോവ് പർച്ചേസ് ഓർഡർ intact and send a duplicate copy duly signed and sealed in token of your acceptance. We expect you to effect the supply as per the above terms and conditions. ഇതില് ജസ്റ്റ് പറയാണ്, ഈ പറയുന്ന പർച്ചേസ് ഓർഡറുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ ഒരു കോപ്പി, അതായത് ഒപ്പിട്ട് സീൽ ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ അക്സെപ്റ്റൻസിന്റെ ഭാഗമായിട്ട് തിരിച്ചയക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കോപ്പി എടുക്കുക, അതില് സെല്ലർ എന്ത് ചെയ്യണം? ഒപ്പിട്ടിട്ട് അതിനകത്ത് സീല് ചെയ്ത് അതിന്റെ ഒരു കോപ്പി അയക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്ന് പറഞ്ഞില്ലേ നമ്മള്. അതായത് ഒരു ബയ്യർ പർച്ചേസ് ഓർഡർ സെല്ലർക്ക് കൊടുക്കുമ്പോ ബയ്യർ എന്ത് ചെയ്യും? സെല്ലറിൽ നിന്നൊരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആവശ്യപ്പെടും. അങ്ങനെ ഒരു കൺഫർമേഷൻ ആണിത്. ഇതിന്റെ കോപ്പി അവരെന്ത് ചെയ്യണം? സെല്ലറ് അതിന്റെ ഒരു കോപ്പി എടുത്ത് അതിൽ ഒപ്പിട്ട് അതിന്റെ ഒരു സീൽ ചെയ്ത് അതിന്റെ ഒരു കോപ്പി അയക്കണം. അത് ശരിക്കും പറഞ്ഞ എന്താണ്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആണ് അല്ലെ. ആ ഒരു സെല്ലറിന്റെ അക്സെപ്റ്റൻസിന്റെ പ്രൂഫ് ആയിട്ടാണ് നമ്മളത് ആക്കുന്നത്. ഓക്കെ, then we expect you to effect the supply as per the above terms and conditions. അപ്പൊ മുകളിൽ പറഞ്ഞ നിബന്ധനകളുടെയും വ്യവസ്ഥകളുടെയും ഒക്കെ ബേസിൽ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നിങ്ങളത് വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അവസാനിക്കുന്നത്. താങ്ക് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആൻഡ് പർച്ചേസ് മാനേജർ. കണ്ടോ, ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഒരു പർച്ചേസ് ഓർഡർ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒരു ഐഡിയ തരാം. അതിന് വേണ്ടിയിട്ട് ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ. എങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്? എളുപ്പമാണ് കേട്ടോ. ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ, ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് നോക്കുക. ടു കംപ്ലീറ്റ് എ പർച്ചേസ് ഓർഡർ സക്സസ്ഫുള്ളി ഫോളോ ദ സ്റ്റെപ്സ് ബിലോ. എന്തൊക്കെയാണ് നോക്കി, നമുക്ക് അതിനകത്ത് 7 സ്റ്റെപ്സുകളാണ് അവര് പറയുന്നത്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ അല്ലെ. ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ. നമുക്ക് എന്താണ് വാങ്ങാൻ ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മളൊരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളൊക്കെ ആവശ്യമുണ്ട്, അത് ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക അല്ലെ. അതായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ. ഓക്കെ, രണ്ടാമത് എന്താണ്? ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റുകൾ എപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡെലിവറി ഡേറ്റ് ഫിക്സ് ചെയ്യാം. എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് എത്ര ഡേയ്സിനുള്ളിലൂടെ എത്തിച്ചു തരണം എന്നുള്ള ആ ഒരു ഡെലിവറി ഡേറ്റ് ഫിക്സ് ചെയ്യുക അല്ലെ. ഇതാണ് ആ സ്റ്റെപ്പ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത് അല്ലെ. ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ, ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ. നമ്മളൊരു പർച്ചേസ് ഓർഡർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നാലാമത്തെ എന്താണ്? സബ്മിറ്റ് ദ പർച്ചേസ് ഓർഡർ ടു ദ സെല്ലർ. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. പർച്ചേസ് ഓർഡർ ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബയ്യർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ദാറ്റ് സെൻഡ് ടു ദ സെല്ലർ അല്ലെ. സെല്ലറിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്തായിരിക്കും ചെയ്യാം? വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ. ഒരു ബയ്യർ സെല്ലറിന് പർച്ചേസ് ഓർഡർ കൊടുത്താൽ ബയ്യർ സെല്ലറിൽ നിന്ന് എന്ത് ആവശ്യപ്പെടും? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആവശ്യപ്പെടും അല്ലെ. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്. വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡറിന്റെ ആ ഒരു കൺഫർമേഷൻ അവര് റിസീവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടോ await fulfillment and invoicing. await fulfillment എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ
നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ സേവനങ്ങൾ റിസീവ് ചെയ്യുക അല്ലെ. റിസീവ് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും നമ്മൾ കൈപ്പറ്റുന്നു, നമ്മൾ റിസീവ് ചെയ്യുന്നു. ദെൻ എന്താണ് ഇൻവോയ്സിങ്. ഇൻവോയ്സ് എന്താ? ബില്ല് അല്ലെ. അതിന്റെ ഒരു ബില്ല് തയ്യാറാക്കുന്നു. ലാസ്റ്റ് എന്തായിരിക്കും? പേ ഫോർ ദ പ്രോഡക്റ്റ്. ആ ബില്ലനുസരിച്ച് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു? പേയ്മെന്റ് കൊടുക്കുന്നു. വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയുള്ള സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ, ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്, ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ, submit purchase order to the seller and wait for a confirmation of the purchase order, await fulfillment and invoicing, the last step, pay for the product. ബാക്കിയുള്ള explanation ആണ് നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, identify what you want to buy. That means determine which items you need to purchase from the seller and in what quantity. കണ്ടോ? അതായത് define the goods and products that you need to buy including its specifications and quantity. എന്ന് പറഞ്ഞാല് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ചെയ്ത് വെറുതെ ഡിഫൈൻ ചെയ്ത ഇന്ന സാധനങ്ങൾ വേണമെന്ന് മാത്രമല്ല, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, ഇനി നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വാങ്ങണം. ചിലതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വാങ്ങില്ലേ, ചില പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ വാങ്ങില്ലേ. അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസും ക്വാണ്ടിറ്റി ഉൾപ്പെടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതാണ് ആ സ്റ്റെപ്പ് കേട്ടോ. അപ്പോ എന്താണ്? ദിസ് ഡിറ്റർമിനേഷൻ ഈസ് ഓഫൻ ഡൺ via a purchase requisition form. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. which is completed by the management and sent to the purchasing department. അതായത് ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്, മെറ്റീരിയൽ മാനേജ്മെന്റില്. അതായത് ഒരു ഹോസ്പിറ്റലിന് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ അതായത് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഒറ്റൊരാളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരികയാണ് അല്ലെ. അതൊക്കെ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് പ്രോഡക്റ്റുകൾ അവർ ആരെയാണ് അറിയിക്കേണ്ടത്? അവരുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെ. അതെങ്ങനെയാ അറിയിക്കുക? അവിടെ ഓറലി പോയി പറയുകയാണോ ചെയ്യുന്നത്? അല്ല, അവരൊരു പർച്ചേസ് റിക്വസിഷൻ ഫോമിലൂടെയാണ് അതത് ഡിപ്പാർട്ട്മെന്റുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ആരെ അറിയിക്കുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാ? ത്രൂ പർച്ചേസ് റിക്വസിഷൻ ഫോമിലൂടെ അറിയിക്കുന്നു. അതങ്ങനെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെല്ലാണ് അല്ലെ. ഓക്കെ, അത് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് ഒരു ബ്ലഡ് ബാങ്ക് ഓക്കെ ഡിപ്പാർട്ട്മെന്റ്. ആ ബ്ലഡ് ബാങ്കിലേക്ക് കുറച്ച് ഐറ്റംസുകൾ വേണമെന്നിരിക്കട്ടെ. അപ്പൊ ബ്ലഡ് ബാങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ്, അവരുടെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഹെഡ് ആയിരിക്കും അല്ലെ. അവരോട് അറിയിക്കും. അവരെന്ത് ചെയ്യും? അവരെങ്ങനെ അറിയിക്കും? പർച്ചേസ് റിക്വസിഷൻ ഫോമിലൂടെ അവിടുത്തെ എംപ്ലോയീസ് അറിയിക്കും അല്ലെ. എന്നിട്ട് അവരറിയിക്കുന്നു. അവരെന്ത് ചെയ്യും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് അത് സെൻഡ് ചെയ്തു അല്ലെ. അങ്ങനെ എല്ലാ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അവിടെ നിന്ന് എല്ലാവരുടെയും ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളുടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. എവിടേക്കാണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ്. ഡിഫൈൻ ദ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു വാണ്ട് ടു ബൈ. ഓക്കെ, അതും എങ്ങനെയാണ് നമ്മളത് അറിയിക്കുന്നത്? പർച്ചേസ് റിക്വസിഷൻ ഫോമിലൂടെയാണ് അറിയിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാമത്തത് ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്. അത് ഇത്രയേ ഉള്ളൂ. സെറ്റ് ദ ഡെലിവറി ഡേറ്റ്. സെറ്റ് ദ ഡെലിവറി ഡേറ്റ് ആൻഡ് ടൈം ലൈൻ. ഓക്കെ, അതായത് ആ ഒരു നമുക്ക് എപ്പോ സാധനങ്ങൾ കിട്ടണം എന്നുള്ള ആ ഒരു ഡെലിവറി ഡേറ്റ്, ആ ഒരു സമയപരിധി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് കേട്ടോ. ഇവാലുവേറ്റ് യുവർ ബിസിനസ് പ്രാക്ടീസസ് ടു ഡിറ്റർമിൻ എക്സാക്ട്ലി when you need your purchase order fulfilled. നിങ്ങളുടെ പർച്ചേസ് ഓർഡർ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ടുള്ള ഡെലിവറി ഡേറ്റ്, ആ ടൈം ലൈൻ കൃത്യമായിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തേൽ എന്ത് ചെയ്യാം? ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കിട്ടി, സ്പെസിഫിക്കേഷൻസ് കിട്ടി, ഡെലിവറി ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നു. അപ്പൊ അറിയാലോ
include a clear description of each item, the item's identification number where applicable, the quantity and the price. കണ്ടോ, അതായത് നമ്മളൊരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കാണ്. നമുക്കറിയാം ഒരു പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓരോ ഐറ്റം, എന്ത് ഐറ്റം ആണ് നമുക്ക് വേണ്ടത്, ആ ഒരു ഐറ്റത്തിന്റെ നമ്പർ അല്ല, ഐഡന്റിഫിക്കേഷൻ നമ്പർ, അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ നമ്പർ, പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡറിനകത്ത് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി for transparency you should include both the price per item and the total price based upon the number of each item that you will buy. അപ്പൊ കുറച്ചുകൂടെ ഒരു ട്രാൻസ്പാരൻസിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഒരു സുതാര്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഓരോ ഐറ്റത്തിന്റെയും, അതായത് പ്രൈസ് പെർ ഐറ്റം, ഓരോ ഐറ്റത്തിന്റെയും പ്രൈസ്, അത് എത്ര ക്വാണ്ടിറ്റി വേണം, ക്വാണ്ടിറ്റി അനുസരിച്ച് ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വരുന്നുണ്ട്, അങ്ങനെ പ്രത്യേകം നമുക്ക് വേണമെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഒരു മോഡൽ പഠിച്ചില്ലേ, ആ മോഡലിന്റെ അടുത്ത് നോക്കിയേ, ഇതാണ് ഈ പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ്. കണ്ടോ, അവിടെ ഒരു ടേബിൾ കൊടുത്തിരുന്നത്, അവിടെ ആ രീതിയിലാണ് അവര് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നെയിം ഓഫ് കമോഡിറ്റി, ആ കമോഡിറ്റിയുടെ പേര്, അതിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പറും കാര്യങ്ങളും കൊടുത്തു. റേറ്റ്, ഇത് റേറ്റ് പെർ ഐറ്റം ആണ്, ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 4000. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി ആവശ്യപ്പെടുന്നുണ്ട്, 100 ക്വാണ്ടിറ്റി വെച്ച് ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 4 lakh അല്ലേ, 3, 4, 5. ഓക്കെ, അതായത് അത്രയും രൂപ അല്ലെ, 4 lakh rupees ആണ് അവിടെ എന്ത് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓരോ ഐറ്റത്തിന്റെയും പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റി ഉൾപ്പെടെ ടോട്ടൽ എമൗണ്ട് എത്ര പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അത് കുറച്ചും കൂടെ നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, അങ്ങനെ എന്ത് തയ്യാറാക്കാന്ന് പറയുന്നത്, പർച്ചേസ് ഓർഡർ തയ്യാറാക്കാം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, നെക്സ്റ്റ് you will include a total for all the products on the purchase order. അതിന് അവസാനം നമുക്ക് ടോട്ടൽ എമൗണ്ട് അവിടെ എഴുതാൻ. കണ്ടോ, ടോട്ടൽ എല്ലാ ഐറ്റംസ് കഴിഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഡിസ്കൗണ്ട് കൂടെ. നമ്മൾ വെണ്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ എത്ര രൂപ വരെ ഡിസ്കൗണ്ട് തരാമെന്നുള്ളത്, ഓൾറെഡി നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ്. അതുകൂടെ ഉൾപ്പെടെ ടോട്ടൽ എമൗണ്ട് 9 lakh rupees അല്ലെ, ടോട്ടൽ എമൗണ്ട് വരെ അവിടെ ഉൾപ്പെടുത്തിയിട്ട് ആണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ രീതിയിൽ പർച്ചേസ് ഓർഡർ തയ്യാറാക്കാനാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നാലാമത് എന്താണ്, പർച്ചേസ് ഓർഡർ തയ്യാറാക്കി, ബയ്യർ തയ്യാറാക്കി, എന്ത് വേണം, സെല്ലർക്ക് അത് അയക്കണം അല്ലെ, സബ്മിറ്റ്, അവർക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ദ പർച്ചേസ് ഓർഡർ ടു ദ സെല്ലർ. ഓക്കെ, സെൻഡ് യുവർ സെയിൽസ് റെപ്രസെന്റേറ്റീവ് or other point of contact the completed purchase order with all the items you need as well as the date by which you need them. Okay, അതായത് നമ്മൾ ഈ പർച്ചേസ് ഓർഡർ ആർക്ക് സബ്മിറ്റ് ചെയ്യാണ്, നമ്മുടെ വെണ്ടറിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാണ്, നമ്മുടെ സെല്ലറിന്റെ അടുത്ത് നമ്മളത് സബ്മിറ്റ് ചെയ്യാണ്. എന്തൊക്കെ ഐറ്റംസുകളാണെന്നുള്ളതും ഏത് ദിവസം നമുക്കത് ഡെലിവറി ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അവർക്കത് അയക്കുകയാണ് കേട്ടോ, സബ്മിറ്റ് ചെയ്യാണ്. അടുത്തത് എന്താണ്, നമ്മളൊരു ബയർ സെല്ലർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു, ഇനി എന്ത് വേണം, അവരിൽ നിന്നൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം അല്ലെ. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, വെയിറ്റ് ഫോർ എ കൺഫർമേഷൻ ഓഫ് ദ പർച്ചേസ് ഓർഡർ. ദാറ്റ് മീൻസ് റിസീവ് ദ അക്നോളജ്മെന്റ് അല്ലെ, റിസീവ് അക്നോളജ്മെന്റ് ഫ്രം ദ സെല്ലർ. സെല്ലറിൽ നിന്നും അവരത് കൈപ്പറ്റി എന്നുള്ളതിനുള്ള ആ ഒരു കൺഫർമേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അല്ലെ, അതിനു വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. If you do not receive a confirmation, contact the company to query about the status of your submission. ശരിക്കും നമ്മൾ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അവരിൽ നിന്ന് വാങ്ങണം. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ ഒരു സെല്ലറുമായിട്ട് കോൺടാക്ട് ചെയ്യണം അല്ലെ. കമ്പനി എത്രയും പെട്ടെന്ന് സെല്ലറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ സബ്മിഷന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും അവരിൽ നിന്ന് മനസ്സിലാക്കണം. കാര്യം കൺഫർമേഷൻ കിട്ടിയാലാണ് നമ്മുടെ പർച്ചേസ് ഓർഡർ അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ പറഞ്ഞ കണ്ടീഷൻസ് അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള നമുക്കൊരു പ്രൂഫ് കിട്ടുന്നത് ആ കൺഫർമേഷനിലൂടെയാണ്. അപ്പൊ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ സബ്മിഷന്റെ സ്റ്റാറ്റസ് അറിയിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആറാമത്തെ പോയിന്റ് എന്താണ്, അവൈറ്റ് ഫുൾഫിൽമെന്റ് ആൻഡ് ഇൻവോയ്സിംഗ്. ഞാൻ പറഞ്ഞു അവൈറ്റ് ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സാധനങ്ങൾ റിസീവ് ചെയ്തു അല്ലെ, ആഫ്റ്റർ റിസീവിംഗ് ദ ഗുഡ്സ് അല്ലെ, ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാല്, റിസീവ് ചെയ്യാന്ന് പറയുമ്പോൾ ഫുൾഫിൽമെന്റ് ആയി, നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ നമ്മുടെ കൈപ്പറ്റി അല്ലെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സെല്ലർ എന്ത് ചെയ്യുന്നു, സെല്ലർ പ്രിപ്പയേഴ്സ് ഓഫ് സെല്ലർ ക്രിയേറ്റ്സ് എ ഇൻവോയ്സ് ഓർ ബിൽ ടു ദ ബയ്യർ. സെല്ലർ എന്ത് ചെയ്യുന്നു, ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്ത് ആർക്ക് അയക്കാണ്, ബയ്യർക്ക് അയക്കുകയാണ്.
ഓക്കെ, അതാണ് ആറാമത്തെ സ്റ്റെപ്പ് കേട്ടോ. യു വിൽ റിസീവ് എൻ ഇൻവോയ്സ്. ഇൻവോയ്സ് മീൻസ് എന്താണ്? ബില്ലാണ്. ഫ്രം ദ സെല്ലർ detailing the total for your order and the timeline. Invoice indicated no outstanding balance. അത് മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ആഫ്റ്റർ റിസീവിങ് ദ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലർ എന്ത് ചെയ്യുന്നു? ഒരു ഫൈനൽ ബില്ല് അതിൽ അയക്കുകയാണ്. ഒരു ഇൻവോയ്സ്, ഒരു ബില്ല് തയ്യാറാക്കി സെല്ലർ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഒരു ബില്ല് തയ്യാറാക്കിയിട്ട് ബയ്യർക്ക് അയക്കുകയാണ്. ആ ഒരു ഇൻവോയ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു ഇൻവോയ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നോക്കിയേ. ദ ടോട്ടൽ ഫോർ യുവർ ഓർഡർ, ഒന്നാമത്തെ കാര്യം. ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് യുവർ ഓർഡർ. നമ്മൾ ഓർഡർ ചെയ്തതിന്റെ ടോട്ടൽ കോസ്റ്റ് അത് അതിനകത്ത് ഉൾപ്പെടുത്തും ഇല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താണ്? ദ ടൈം ലൈൻ. എന്താണ്? ദ ടൈം ലൈൻ. ടൈം ലൈൻ ആണ്, അതായത് എത്ര ടൈം ലൈൻ, ദാറ്റ് മീൻസ് ആ ഒരു ഡെഡ് ലൈൻ ഉണ്ടല്ലോ, ആ പേയ്മെന്റിന്റെ ടൈം ലൈൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ആ ഒരു ടൈം ലൈൻ എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ടൈം ലൈൻ അതാണ് കേട്ടോ. ഡെലിവറി ഡേറ്റിന്റെ അല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞു, സാധനം കൈപ്പറ്റിയല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പേയ്മെന്റ് ടൈം ലൈൻ ആണ്, പേയ്മെന്റ് ഡെഡ് ലൈൻ ആണ്. എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തണം എന്നുള്ളത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം ഇൻവോയ്സ് ഇൻഡിക്കേറ്റിംഗ് നോ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. ആ ഫൈനൽ ബില്ലിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ കൺഫേം ചെയ്യും. എന്താണെന്നറിയോ? there are no outstanding balance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കൺഫർമേഷൻ ദാറ്റ് എവറിതിങ് ഈസ് പെയ്ഡ്. അതായത് നമ്മൾ ഈ പറയുന്ന ബയർ ഉണ്ടല്ലോ, ബയർ എല്ലാം തന്നെ പെയ്ഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഓർഡറിനുള്ള പെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പാക്കുന്നതിനായിട്ടുള്ളൊരു ഫൈനൽ എന്താണ് ഒരു ബില്ലാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് ചെയ്യുമെന്നുള്ള ആ ഒരു കൺഫർമേഷന്റെ ഒരു ഇൻവോയ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡർ ഉണ്ടായിരിക്കും, പേയ്മെന്റ് ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും. അത് കൺഫേം ചെയ്യുന്നത് there are no outstanding balance. അതായത് ബയ്യർ എല്ലാം പേയ്മെന്റ് ചെയ്യുമെന്നുള്ള അല്ലെങ്കിൽ എല്ലാം പെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കൺഫർമേഷൻ ആണ് അവിടെ വാങ്ങുന്നത്. പ്രത്യേകിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഫൈനൽ ബില്ലാണ് അവർക്ക് അയക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? പേ ഫോർ ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇഫ് യു ഹാവ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഫോർ യുവർ ഓർഡർ, make sure to pay the invoice per the term set forth by the seller to complete the fulfillment process for your purchase order. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കേ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാറുണ്ടെന്ന് വിചാരിക്കും, ബാലൻസ് പെൻഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. എത്രയും പെട്ടെന്ന് സെല്ലറിന്റെ എല്ലാ വ്യവസ്ഥകൾക്കനുസരിച്ച് അത് ആ ഒരു ബില്ല് എന്ത് ചെയ്യാം, പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം കേട്ടോ. അത് ഉറപ്പുവരുത്താം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് വേറൊന്നുമല്ല, ഒരു പർച്ചേസ് ഓർഡറിന്റെ എങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ആ സ്റ്റെപ്പുകളൊന്ന് ഓർത്ത് വെച്ചാൽ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഓടിച്ച് നോക്കിക്കോളൂ. ഓക്കെ, എളുപ്പമാണ്. ഇത് വലിയ പ്രശ്നങ്ങളൊന്നുള്ള ഭാഗങ്ങളല്ല. തുടക്കമൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം. അതർ ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ടു പർച്ചേസ് ഓർഡേഴ്സ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പർച്ചേസ് ഓർഡർ ആണല്ലോ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന് വിചാരിക്കരുത്. പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഡോക്യുമെന്റ്സുകളും എന്തൊക്കെയാണ് ഓരോ ഡോക്യുമെന്റ്സിനകത്തും ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോക്കുക, പർച്ചേസ് ഓർഡർ is only one in a series of documents exchanged as this type of business transaction is completed and other important documents involved in the purchase include the following. ഓക്കെ, അതായത് നമ്മൾ സാധാരണ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന എന്താണ് കൈമാറുന്ന ഡോക്യുമെന്റ്സിൽ ഒരെണ്ണം മാത്രമാണ് പർച്ചേസ് ഓർഡർ കേട്ടോ. അതിലൊന്ന് മാത്രമാണ് പർച്ചേസ് ഓർഡർ. അതിനോടനുബന്ധിച്ച് മറ്റു പല ഡോക്യുമെന്റ്സുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ആ ഡോക്യുമെന്റ്സുകൾ എന്ന് നോട്ട് ചെയ്ത് വെച്ചേ.
മൂന്നെണ്ണാണ്. ഒന്ന് ഇൻവോയ്സ്. ഇൻവോയ്സ് എന്താ? ബില്ല് അല്ലെ. രണ്ടാമത്തെ എന്താണ്? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അല്ലെ. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. മൂന്നാമത്തെ ആളാരാണ്? പാക്കിംഗ് സ്ലിപ്പ്. ഓക്കെ. അപ്പൊ പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇൻവോയ്സ് ആണ്, മറ്റൊന്ന് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ, മൂന്നാമത്തത് പാക്കിംഗ് സ്ലിപ്പ് കേട്ടോ. അപ്പൊ നോക്കാം. ഇൻവോയ്സ് എന്താണെന്ന് അറിയാലോ? ബില്ലാണ് കേട്ടോ. ഓക്കെ. The invoice either request or confirms payment for the order. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് ഇൻവോയ്സ് എന്ന് ചോദിച്ചാൽ അതാണ് എന്റെ ഉത്തരം. എന്ത്? ഇറ്റ് ഈസ് ദ റിക്വസ്റ്റ് ഓർ കൺഫേംസ് പേയ്മെന്റ് ഫോർ ദ ഓർഡർ. നമ്മളുടെ ഓർഡറിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെന്റ് അല്ലെ, ഇതിനെയാണ് ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഇൻവോയ്സിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? An invoice includes much of the same information as the purchase order with the fewer details. നമ്മൾ പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്ന അതേ ഇൻഫർമേഷൻസ് തന്നെയാണ് നമ്മൾ ആ ബില്ലിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പക്ഷെ ബില്ലില് പർച്ചേസ് ഓർഡറിന്റെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ. അങ്ങനെയല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മളൊരു ബില്ല് കിട്ടുമ്പോൾ എങ്ങനെയാ? ബില്ലില് പർച്ചേസ് ഓർഡറിലാവുമ്പോൾ ഓരോ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ബില്ലിലോട്ട് വരുമ്പോ അതേ ഇൻഫർമേഷൻ തന്നെ, പക്ഷെ അതിന് ഉള്ളത് അത്രയും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രം കേട്ടോ. ഫ്യൂവർ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെന്താണ്? If payment was not made with the initial purchase order, the invoice will specify when payment is due. അപ്പൊ നമ്മൾ ഇനീഷ്യൽ തുടക്കം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കാം. പേയ്മെന്റ് നമ്മൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻവോയ്സിനകത്ത് എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തണം എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് സ്പെസിഫൈ ചെയ്തു കേട്ടോ. ഇത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്തിരിക്കണം. ചിലത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും. ഡെലിവറി ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ക്യാഷ് കൊടുക്കുന്നത്. ചിലതൊരു 30 അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ഒരു പേയ്മെന്റിന്റെ അടുത്ത് സമയം കൊടുക്കും. അപ്പൊ ആ ഒരു പേയ്മെന്റ് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ഇൻവോയ്സിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കും. അത്രയും മനസ്സിലാക്കാറുള്ളൂ കേട്ടോ. അടുത്തതാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. അത് നമുക്കറിയാലോ. നമ്മളൊരു ബയർ സെല്ലർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ അവരിൽ നിന്നും തിരിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. എന്തിനാ നമ്മളത് വാങ്ങുന്നത്? ആ ഒരു സെല്ലർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രൂഫ് ആയിട്ടാണ് വാങ്ങുന്നത്. അത് മാത്രമല്ല, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബയർക്ക് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. കാര്യം സെല്ലർ ഈ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ബയർക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ഒരു പ്രൂഫ് ആക്കി വെച്ചുകൊണ്ട് അവർക്ക് ലീഗലി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് അതൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് തന്നെ അവിടെ പറയുന്നത് കേട്ടോ. ദ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ പ്രൂഫ്സ് റിസീപ്റ്റ് ഓഫ് ദ പർച്ചേസ് ഓർഡർ ബൈ ദ സെല്ലർ. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ ചോദിക്കാം. ഡാഷ് പ്രൂഫ്സ് റിസീപ്റ്റ് ഓഫ് ദ പർച്ചേസ് ഓർഡർ ബൈ ദ സെല്ലർ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഓക്കെ. ഇനി if a buyer does not receive a purchase order confirmation, the buyer should contact the seller to determine whether the purchase order was received or lost. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓർഡർ കൺഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? സെല്ലറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് അതവർ റിസീവ് ചെയ്തിട്ടുണ്ടോ ഇനി അതവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ. മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് സ്ലിപ്പ് ആണ്. പാക്കിംഗ് സ്ലിപ്പ് നമ്മൾ എപ്പോ കൊടുക്കുന്നതാണ്? നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പാക്കിംഗ് സ്ലിപ്പ്. അപ്പൊ ആ പാക്കിങ്ങിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ആ പാക്കിംഗ് സ്ലിപ്പിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദ പാക്കിംഗ് സ്ലിപ്പ് ഈസ് എ ഡോക്യുമെന്റ് ഇൻക്ലൂഡഡ് വിത്ത് ഡെലിവറി ഓഫ് ദ ഓർഡർ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ ഓർഡർ ഡെലിവറി ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. വൺ ഓഫ് ദ ഡോക്യുമെന്റ് ആണ് ഇത് പാക്കിംഗ് സ്ലിപ്പ്. ഓക്കെ. ദ പാക്കിംഗ് സ്ലിപ്പ് ഷുഡ് മാച്ച് ദ ഐറ്റം ഡിസ്ക്രിപ്ഷൻ and the quantity as specified on the purchase order as well as in the invoice. നമ്മൾ പർച്ചേസ് ഓർഡറിലും നമ്മുടെ ബില്ലുണ്ടല്ലോ ഇൻവോയ്സ്, അതിൽ പറഞ്ഞ ആ സാധനങ്ങളുടെ ഐറ്റംസുകളുടെ വിശദാംശങ്ങളും അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഏതിനകത്തും ഉണ്ടായിരിക്കും? പാക്കിംഗ് സ്ലിപ്പിനകത്തും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എന്താണ്? ഇത്രയും 3 ഡോക്യുമെന്റ്സുകൾ നമുക്ക് ക്ലിയർ ആയല്ലോ. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്നത് കൺഫേമിംഗ് ദ കംപ്ലീഷൻ ഓഫ് എ സക്സസ്ഫുൾ പർച്ചേസ് requires all of the above documents. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പർച്ചേസ് കൺഫേം ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ. ബൈ യൂസിങ് 3-way matching with the purchase order, invoice and packing slip, companies can ensure that it was handled properly. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? 3-way matching.
അതായത് 3-way മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പയർ ചെയ്യാനുള്ള അർത്ഥമാണ് കേട്ടോ. കമ്പയറിംഗ് പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ് ആൻഡ് പാക്കിംഗ് സ്ലിപ്പ്. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഈ പർച്ചേസ് ഓർഡറും അതുപോലെ പാക്കിംഗ് സ്ലിപ്പും ഇൻവോയ്സും ഈ പറയുന്ന 3 ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അത് മൊത്തം 4 ഡോക്യുമെന്റ്സ് ഉണ്ട് കേട്ടോ. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ വരുന്നുണ്ട്, പക്ഷെ അതിനകത്ത് വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഐറ്റത്തിന്റെ ഡീറ്റെയിൽസും ക്വാണ്ടിറ്റിയും ഉണ്ടാവുന്നത് പർച്ചേസ് ഓർഡറിലും ഇൻവോയ്സിലും പാക്കിംഗ് സ്ലിപ്പിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ 3 ഡോക്യുമെന്റ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട്, അതാണ് മാച്ച് 3-way മാച്ചിങ് പറഞ്ഞത് കേട്ടോ. അത് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പർച്ചേസ് ഓർഡർ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അങ്ങോട്ട് ഇവിടെ പരസ്പരം കമ്പയർ ചെയ്തുക. പർച്ചേസ് ഓർഡർ ഐറ്റം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന, ക്വാണ്ടിറ്റി ഓക്കെയാണോ, അത് തന്നെയാണോ പാക്കിംഗ് സ്ലിപ്പിൽ, അത് 3 തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു പർച്ചേസ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത് പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ദ പർച്ചേസ് ഓർഡേഴ്സ് ആണ് കേട്ടോ. പർച്ചേസ് ഓർഡേഴ്സിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്നാണ് പറയുന്നത്. പരിമിതികൾ കേട്ടോ. പരിമിതികൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് പരിമിതികൾ. അതിന്റെ പോരായ്മകളെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. പതുക്കെ പോയിന്റുകളാണ് നോട്ട് ചെയ്ത് വെക്കണം. ലിമിറ്റേഷൻസ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ്. യു കനോട്ട് യൂസ് എ പർച്ചേസ് ഓർഡർ ഫോർ എവരി എക്സ്പെൻസ് വിത്തിൻ എ ബിസിനസ്. പർച്ചേസ് ഓർഡേഴ്സ് ആർ ഇഫക്റ്റീവ് ഫോർ ദ പർച്ചേസസ് ദാറ്റ് ഹാവ് എ പ്രീഡിറ്റർമിൻഡ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നമ്മളൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും എല്ലാ ചെലവുകളും ഒരിക്കലും നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല? പർച്ചേസ് ഓർഡർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മള് സാധനങ്ങൾ ഇത്ര ക്വാണ്ടിറ്റിയില് ഇത്ര പ്രൈസില് സാധനങ്ങൾ വാങ്ങാം, അങ്ങനെയൊക്കെയുള്ള പർച്ചേസ് ഉണ്ടല്ലോ. അതിന് അങ്ങനെ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഒരു ബിസിനസ്സിൽ നമുക്ക് എല്ലാ എക്സ്പെൻസുകളെയും ഒരിക്കലും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? പർച്ചേസ് ഓർഡർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പർച്ചേസ് ഓർഡർ എവിടെയാണ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും? ഒരു സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ്, ഒരു ഇത്ര പ്രൈസിൽ, ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യുന്ന അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പർച്ചേസ് ഓർഡറുകൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ സം ഐറ്റംസ് ദാറ്റ് യു കനോട്ട് ട്രാക്ക് ബൈ യൂസിങ് എ പർച്ചേസ് ഓർഡർ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പൊ നമുക്കൊരു പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത മറ്റു പല ഐറ്റംസുകള് അല്ലെങ്കിൽ മറ്റു പല എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? 4 പോയിന്റുകളാണ്. ഒന്നാമത്തത് റിക്കറിംഗ് ബിൽസ്. റിക്കറിംഗ് ബിൽസുകൾക്ക് ഒരിക്കലും നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. റിക്കറിംഗ് ബിൽസ്, പിന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ്, പിന്നെ സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ്, പിന്നെ വരുന്നത് ഇന്റേണൽ എക്സ്പെൻസസ്. ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യണേ. റിക്കറിംഗ് ബിൽസ്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ്, സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ്, ഇന്റേണൽ എക്സ്പെൻസസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. നോക്കാം, അതിന്റെ റിക്കറിംഗ് ബിൽസ് ആണ്. റിക്കറിംഗ് ബിൽസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മള് എന്താണ്, റെഗുലർ പേയ്മെന്റ്സുകൾ ഉണ്ടല്ലോ. റെഗുലർ ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന പേയ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, യുവർ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ഓർ റെന്റ് ദാറ്റ് കനോട്ട് ബി ഡീറ്റെയിൽഡ് ഓൺ എ പർച്ചേസ് ഓർഡർ. നമുക്ക് അങ്ങനെ കുറെ എക്സ്പെൻസുകൾ വരുന്നുണ്ട് അല്ലെ. ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ സാധനങ്ങൾ, ഗുഡ്സും സർവീസും പ്രോഡക്റ്റ് മാത്രമല്ലല്ലോ, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, ഗ്യാസ്, വാട്ടർ, റെന്റ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും ഒരിക്കലും നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് എന്താണ് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലെ. റെഗുലർ പേയ്മെന്റ്സുകളാണ് അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് ബില്ലിംഗ് എ വെൻഡർ ഫോർ ദീസ് എക്സ്പെൻസസ് സപ്ലയർ വിൽ ബിൽ. ഓക്കെ, ഇവിടെ ഒരു വെൻഡർ അല്ല, പകരം ഒരു സപ്ലയർ. അത് സാധാരണ നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ എങ്ങനെയാ വന്ന് കൊടുത്തിരുന്നു, നമ്മളത് പേയ്മെന്റ് കൊടുക്കുന്നു. അതുപോലെ റെന്റും വാട്ടർ ബില്ല്, ഗ്യാസ്, ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അവിടെയൊന്നും നമ്മൾ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള റിക്കറിംഗ് ബിൽസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
പിന്നെ വരുന്നത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ്. അത് ഇതുപോലെ തന്നെയാണ്, റെഗുലർ പേയ്മെന്റ്സ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻസ് മേ ബി ബിൽഡ് മന്ത്ലി ഓർ ആനുവലി, ബട്ട് ദേ ആർ നോട്ട് ഹാൻഡിൽഡ് വിത്ത് പർച്ചേസ് ഓർഡർ. ഇപ്പൊ നമ്മള് മാസം തോറും അല്ലെങ്കിൽ വർഷത്തിലൊക്കെ നമ്മള് പേയ്മെന്റ് കൊടുത്തുകൊണ്ടുള്ള മന്ത്ലി സബ്സ്ക്രിപ്ഷൻസിനും കാര്യങ്ങൾക്കൊന്നും അങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും ട്രാക്ക് ചെയ്യാനായിട്ടൊന്നും നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല, പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എ സപ്ലയർ വിൽ സബ്മിറ്റ് എ ബിൽ ടു യു ഓൺ എ റെഗുലർ ബേസിസ്. അവിടെ സപ്ലയർ നമുക്ക് റെഗുലർ ബേസിസിൽ ബില്ല് കൊണ്ടുതരും. ആ ബില്ല് നമ്മൾ എത്രയാണോ അത് നമ്മൾ പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അല്ലാണ്ട് അവിടെ ഒന്നും നമ്മൾ പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. പിന്നെന്താണ് സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വാരി ചെയ്യുന്ന കോസ്റ്റുകൾ. ദാറ്റ് മീൻസ് നമുക്ക് ഒരിക്കലും പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ചില സേവനങ്ങൾ ഉണ്ടല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് വാരിയിങ് കോസ്റ്റ്, ദാറ്റ് മീൻസ് നമുക്ക് ഒരിക്കലും പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകൾ ഒന്നും തന്നെ നമുക്ക് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെ കാര്യങ്ങളാണ്? ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ്, ലീഗൽ സർവീസസ് ദാറ്റ് ഡോണ്ട് ടിപ്പിക്കലി ഹാവ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ആഡ് ഇറക്കാണ് അഡ്വർടൈസ്മെന്റിന്, അതിനൊരു മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുപോലെ തന്നെ ലീഗൽ സർവീസസ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിന് എത്ര ചെലവ് വരുന്നോ, അത് ഓരോ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചൊക്കെ ചിലപ്പോൾ അതിന് വാരിയേഷൻസ് വരാം അല്ലെ. അപ്പൊ അവർക്കൊന്നും എന്തില്ല, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് പറയാനൊക്കെ ഇല്ല അല്ലെ. അങ്ങനെയുള്ള സേവനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ള, സേവനങ്ങൾ കൈപ്പറ്റിയതിന് ശേഷം മാത്രമേ നമുക്കത് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. യു ആർ ബിൽഡ് ഫോർ ദീസ് സർവീസസ് അപ്പോൺ കംപ്ലീഷൻ ഓഫ് ദ ജോബ് ആൻഡ് യു ഡു നോട്ട് ക്രിയേറ്റ് എ പർച്ചേസ് ഓർഡർ ഫോർ ദം ഇൻ അഡ്വാൻസ്. കണ്ടോ? അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കൈപ്പറ്റി നമ്മുടെ കൈകളിൽ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ എത്രയായിരുന്നു, എത്ര എക്സ്പെൻസ് ആയിരുന്നു അതിനനുസരിച്ച് പേയ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ അതും ഒരു പോരായ്മയാണ്. പിന്നെ വരുന്നത് ഇന്റേണൽ എക്സ്പെൻസസ് ആണ്. ഇന്റേണൽ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനുള്ളിൽ വരുന്ന ചില ചെലവുകളാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒന്നും നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എന്തൊക്കെ ഇന്റേണൽ എക്സ്പെൻസ് ആണ് നോക്കിയേ. ഇന്റേണൽ പർച്ചേസ് ഫോർ വിച്ച് എംപ്ലോയീസ് ആർ റീഇംബേഴ്സ്ഡ് ആർ ഹാൻഡിൽഡ് വിത്ത് എ റീഇംബേഴ്സ്മെന്റ് റിക്വസ്റ്റ്. അവിടെ നമ്മൾ പർച്ചേസ് ഓർഡർ അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു ഓഫീസ് ആണെന്നിരിക്കുന്നത്, അപ്പൊ ആ ഒരു ഓഫീസിൽ നമുക്ക് ഉപയോഗിക്കുന്ന പേന, അല്ലെങ്കിൽ പേപ്പർ, ബുക്സുകള് അല്ലെ, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്ക്, ഫയലുകള്, ഇങ്ങനെയുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്ഥാപനത്തിനുള്ളിൽ വരുന്ന ചില ഇന്റേണൽ ആയിട്ടൊക്കെ വരുന്ന എന്താ പറയാ എക്സ്പെൻസുകളാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ വരികയാണെന്ന് വിചാരിക്കും, ഇപ്പൊ ഒരു ന്യൂ ഇയർ ആണെങ്കിൽ ഇപ്പൊ ഒരു ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തു, അങ്ങനെയൊക്കെ വരുന്ന ചില ചെലവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോ അല്ലെ, സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസുകൾ അതൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കോസ്റ്റുകൾ, അതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇത്തരം എക്സ്പെൻസുകൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷെ എംപ്ലോയീസ് അവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് പിന്നീട് ആ ചെലവുകൾ അവര് റീഇംബേഴ്സ് ചെയ്ത് വേണമെങ്കിൽ അവർക്ക് എടുക്കാം. റീഇംബേഴ്സ്മെന്റ് റിക്വസ്റ്റ് കൊടുത്ത് ഇത്ര രൂപ ചെലവായി, അത് ഓഫീസ് പർപ്പസിനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അന്നേരം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് ആ ഒരു എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങുന്നതാണ്. അതാണ് അവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ പർച്ചേസ് ഓർഡർ ഒന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല കേട്ടോ. The employee does not submit a purchase order for expenses such as office supplies or business travel. അപ്പൊ ഇങ്ങനെയുള്ള ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേന, അല്ലെങ്കിൽ പേപ്പർ, ഫയലുകള്, മേശ, കസേര, ഇങ്ങനെയൊക്കെയുള്ള ഓഫീസ് സപ്ലൈസുകൾക്ക് വരുന്ന എക്സ്പെൻസുകൾ. അതൊരു ട്രാവൽ, ബിസിനസ് ട്രാവൽ, ചിലപ്പോൾ ബിസിനസിന്റെ ഭാഗമായിട്ടൊക്കെ ഒഫീഷ്യൽ ട്രാവലിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെയുള്ള എക്സ്പെൻസുകളൊന്നും ഒരിക്കലും നമുക്ക് ഒരു പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ പർച്ചേസ് ഓർഡറിന്റെ ലിമിറ്റേഷൻസ് ആയിട്ടാണ് പറയുന്നത്. കിട്ടിയല്ലോ? പോയിന്റുകൾ കിട്ടിയില്ലേ? ഇതൊക്കെയാണ് റിക്കറിംഗ് ബിൽസ്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ്, സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ്, ഇന്റേണൽ എക്സ്പെൻസസ്. ഓക്കെ ഓക്കെ അല്ലേ? അടുത്തത് വാട്ട് ഇൻഫർമേഷൻ ഈസ് ഓൺ എ പർച്ചേസ് ഓർഡർ. അഗെയിൻ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉൾപ്പെടുത്തുന്നത്.
നമ്മൾ തുടക്ക പർച്ചേസ് ഓർഡറിൽ പഠിച്ചില്ലേ കുറെ പോയിന്റുകൾ, അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി അത് സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല, വായിച്ചു പോവാം കേട്ടോ. നോക്കുക, the information provided on a purchase order may differ between companies depending on the type of goods or services required. അറിയാലോ, അതായത് ഈ പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, മോഡൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അത് എല്ലാ കമ്പനികൾക്കും വ്യത്യാസം ഉണ്ടെന്നാലും ഓരോ കമ്പനികളും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, സേവനങ്ങള് അതിനനുസരിച്ച് അതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അതുപോലെ however most purchase orders contain details of the goods or services being ordered. പക്ഷെ പൊതുവായിട്ട് കോമൺ ആയിട്ട് നമ്മളൊരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കോമൺ ആയിട്ട് എന്തുണ്ടായിരിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള വാട്ട്സ് ബീങ് പർച്ചേസ്ഡ്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ വിവരങ്ങൾ എന്തായാലും ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. ദിസ് ഇൻഫർമേഷൻ മേ ബി ആസ് ഡീറ്റെയിൽഡ് ആസ് സോ ഡിസൈർഡ് ബൈ ദ പർച്ചേസർ. അത് പർച്ചേസറിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കാം കൊടുക്കുക, ചിലപ്പോൾ അത്ര വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. ആ രീതിയിലായിരിക്കും അവരത് പ്രസന്റ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ എന്താണ് ഇത് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐറ്റം റിഗാർഡിംഗ് എ പർച്ചേസ് ഓർഡർ എന്താണെന്നറിയോ, ഇസ് ദ യുണീക്ക് നമ്പർ ഓഫ് ദ പർച്ചേസ് ഓർഡർ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്താണ്, ഒരു യുണീക്ക് ഓർഡർ നമ്പർ കൊടുക്കും. അതൊക്കെ പറഞ്ഞതാണ് അല്ലെ. ഓരോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിനും അവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു ID നമ്പർ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദിസ് നമ്പർ വിൽ ബി യൂസ്ഡ് ടു ട്രാക്ക് ദ പർച്ചേസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, അതുപോലെ ഷിപ്മെന്റ്സ് റിസീവ്ഡ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾസ്. അപ്പൊ ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പർച്ചേസ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു നമ്പർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചേക്ക് കേട്ടോ. ദിസ് നമ്പർ വിൽ ബി യൂസ്ഡ് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാം, ടു ട്രാക്ക് ദ പർച്ചേസസ് അല്ലെ, പർച്ചേസസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, ദാറ്റ് മീൻസ് നമ്മൾ ഏതെങ്കിലും ഓർഡറുകൾക്ക് പേയ്മെന്റ് വല്ലതും പെൻഡിങ് ഉണ്ടോ, നമ്മൾ വല്ലതും കൊടുക്കാത്തതുണ്ടോ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഷിപ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറ്റി വിടുമല്ലോ, ഡെലിവറി ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നത്. അതുപോലെ അക്കൗണ്ട്സ് പേയബിൾ അല്ലെ, പേയ്മെന്റ് ടേംസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു നമ്പർ വളരെയധികം ഹെൽപ്ഫുൾ ആണ് കേട്ടോ. സം ഓഫ് ദ അതർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ ആർ. ഓക്കെ, ഇനി ഒരു പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന മറ്റു പല ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ്, ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പാർട്സ് ഓർ ലേബർ, പാർട്ട് നമ്പേഴ്സ്, ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്, യൂണിറ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, പേയ്മെന്റ് ടേംസ്, ഡെലിവറി മെത്തേഡ്, ഡെലിവറി ഡേറ്റ്, ഷിപ്പിംഗ് ടേംസ്, ഷിപ്പ് ടു അഡ്രസ്, discounts offered, and may include contact information should a question arise about the order. Okay, ഈ സെയിം കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ തുടക്കം തന്നെ കുറെ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, എന്തെങ്കിലും സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഡിസ്ക്രിപ്ഷൻ ഓഫ് പാർട്സ് ഓഫ് ലേബർ എന്താ, ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് പ്രോഡക്ട്സ് അല്ലെ, നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങളുടെ മറ്റുള്ള വിശദാംശങ്ങൾ, അതിന്റെ നമ്പറുകൾ, ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് ആവശ്യം, യൂണിറ്റ് കോസ്റ്റ്, ദാറ്റ് മീൻസ് പ്രൈസ് പെർ ഐറ്റം, ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് ആയിട്ട് എത്ര പ്രൈസ് ആണ്, പിന്നെ നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, ഏത് രീതിയിലാണ് പേയ്മെന്റ് ടേംസ്, എങ്ങനെ പേയ്മെന്റ് ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെലിവറി മെത്തേഡ്, ഏത് രീതിയിലാണ് ഡെലിവറി ചെയ്യേണ്ടത്, അതുപോലെ ഷിപ്പിംഗ് ടേംസ് അല്ലെ, അത് ഷിപ്മെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകള്, ഷിപ്പ് ടു അഡ്രസ്, ഏത് അഡ്രസ്സിലേക്കാണ് ഷിപ്പ് ചെയ്യേണ്ടത്, പിന്നെ എത്രത്തോളം ഡിസ്കൗണ്ടുകൾ അതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്താണ്, ഇറ്റ് മേ ഇൻക്ലൂഡ് കോൺടാക്ട് ഇൻഫർമേഷൻ ഷുഡ് എ ക്വസ്റ്റ്യൻ അറൈസ് അബൌട്ട് ദ ഓർഡർ. അതുപോലെ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ കൂടെ, മീൻസ് ഒരു കോൺടാക്ട് നമ്പറും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. കാര്യം എന്താ അറിയോ, ആ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്വേഷണങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിനകത്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, അഡ്രസ് ഓഫ് ദ ബയർ, അഡ്രസ് ഓഫ് ദ സെല്ലർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഡെലിവറി ഡേറ്റ്, ഷിപ്മെന്റ് ടേംസ്, അതുപോലെ പേയ്മെന്റ് ടേംസ്, ഇത്തരം കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, മതി, എന്റെ ക്ലാസ് ഇത്രയും മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അവന്റെ പർച്ചേസ് ഓർഡർ റിസീവ്ഡ്,
പിന്നെ ആരാണ് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് എളുപ്പമുള്ളതാണ് കേട്ടോ. അതുപോലെ ഒരു പർച്ചേസ് ഓർഡർ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതോടുകൂടി പർച്ചേസ് ഓർഡർ അവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇതിന്റെ ബുദ്ധിമുട്ടാവാനുള്ള റീസൺ വേറൊന്നുമല്ല, 2 ടൈപ്പ് ഓഫ് സ്റ്റോക്ക് രജിസ്റ്റർ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ പഠിക്കുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റ്, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് രജിസ്റ്റർ പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഒരേ സമയം തന്നെ വേറെ സ്റ്റോക്ക് രജിസ്റ്റർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ സ്റ്റോക്ക് എടുക്കൂലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതും അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്കിനെ പറ്റി പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഗുഡ്സും പ്രോഡക്ട്സും ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്ക് രജിസ്റ്റർ ആണ് അവർ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നുന്നു കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ. വേറെ വിഷയമൊന്നുമില്ല. അതോടുകൂടി ആ ചാപ്റ്റർ നമുക്ക് തീർക്കാം. ഓക്കെ, 7th മൊഡ്യൂളിലേക്ക് പോകാം. 7th മൊഡ്യൂളിൽ എനിക്ക് 2 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലായില്ലേ? അല്ല, അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ചോദിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. അതെന്താ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയാൻ കാരണം അതൊരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ മോഡൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ അതില് നമ്മള് ഫോഴ്സ് മേജർ ക്ലോസ് എന്താണ്, അതുപോലെ റിസ്ക് ക്ലോസിനെ പറ്റിയിട്ടൊക്കെ അവിടെ പറയുന്നില്ലേ, ആ സംഭവം എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതൊരു മോഡൽ മാത്രമാണ്. ഇതിൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് മേജർ ക്ലോസ് എന്താണ്, അല്ലെങ്കിൽ റിസ്ക് പർച്ചേസ് ക്ലോസ് എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഫോഴ്സ് മേജർ ക്ലോസ് അത് മാത്രം അത് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് ആ ഓപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവണം. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റിൽ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. വേറൊന്നും അതിനകത്ത് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുള്ളൂ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ശരി എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.